മോമോസ് ഉത്ഭവിച്ച കഥ അറിയാമോ? മോമോസ് ഒരു ടിബറ്റൻ ഡിഷാണെങ്കിലും വളരെ വേഗം തന്നെ മലയാളീസിനിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ടേസ്റ്റിലിടം പിടിച്ച ഒന്നാണ് മോമോസ് പല പേരുകളിലും പല രുചികളിലും പല രൂപങ്ങളിലുമായി പല രാജ്യങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡംപ്ലിങ്സ് ആണ്. പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് വെച്ച മൈദ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫില്ലിങ്സ് പ്രിപ്പയർ ചെയ്യാം. 2 സവാള, 3 പച്ചമുളക്, 1/2 കപ്പ് ക്യാബേജ് നന്നായി ചോപ്പ് ചെയ്തതും, 1/2 ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് ചിക്കൻ, മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി സോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യകാലങ്ങളിൽ അധികം സ്പൈസസ് ഒന്നും ചേർക്കാതെ സ്റ്റീം ചെയ്തെടുത്തിരുന്ന മോമോസ് ആയിരുന്നു അവരുണ്ടാക്കിയെടുത്തിരുന്നത്. കുഴച്ച് വെച്ചിരുന്ന മാവ് മൈദ തൂവി വലുപ്പത്തിൽ പരത്തി റൗണ്ട് ഷേപ്പുകളായി കട്ട് ചെയ്തെടുക്കാം. പരത്തിയെടുത്ത മാവിൻ്റെ നടുവിലായി 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ്സ് വെച്ച് നമുക്കിഷ്ടമുള്ള മോമോസിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാം. സ്റ്റീമറിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ മോമോസ് സ്റ്റീം ആയിട്ടുണ്ടാവും. മോമോസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓതൻറ്റിക് ടേസ്റ്റിൽ മോമോസ് കഴിക്കുന്നതിനായി ഷെസ്വാൻ സോസാണ് സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത്. റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.